നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് സെമസ്റ്റർ BA BSc കോമൺ കോഴ്സ് ആയിട്ടുള്ള സിഗ്നേച്ചറിലെ സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്ന ബ്രേക്കിംഗ് സൈലൻസ് എന്നുള്ള പോയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഓഥറിൻ്റെ പ്രൊഫൈൽ നോക്കാം. Janice Kitani was born in 1942. She is an award-winning poet, dancer, activist and educator. അപ്പോൾ ജാനിസ് കിത്താനി ജനിച്ചത് 1942 അപ്പോൾ അവരൊരു പോയറ്റും ഡാൻസറും അതുപോലെ തന്നെ പൊതുപ്രവർത്തകയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ പ്രവർത്തകയൊക്കെയാണ്. ഷീ റൈറ്റ്സ് അബൌട്ട് ദ ഹൊറർ ഓഫ് വാർ. അപ്പോൾ അവർ കൂടുതലായിട്ടും എഴുതുന്നത് യുദ്ധത്തിൻ്റെ ഭീകരമുഖങ്ങളെ പറ്റിയാണ്. ഷീ അഡ്വക്കേറ്റ് എഗെയിൻസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റാസിസം ആൻഡ് എൻസ്ലേവ്മെൻറ്റ് ഓഫ് വുമൺ ആൻഡ് ദ പുവർ. അപ്പോൾ അവർ കൂടുതലായിട്ടും വാദിച്ചിരുന്നത് വംശീയതയ്ക്കെതിരായിട്ടും അതുപോലെ തന്നെ എൻസ്ലേവ്മെൻറ്റ് ഓഫ് വുമൺ ആൻഡ് ദ പുവർ, സ്ത്രീകളെയും അതുപോലെ തന്നെ ദരിദ്രരുടെയൊക്കെയുള്ള അടിച്ചമർത്തലിനെതിരായിട്ടാണ് അവർ കൂടുതലായിട്ടും പ്രവർത്തിച്ചിരുന്നത്. ഷി ഹാസ് റിട്ടൺ ഫോർ കളക്ഷൻ ഓഫ് പോയട്രി ആൻഡ് ഹാസ് എഡിറ്റഡ് മെനി ലിറ്റററി ആന്തോളജീസ്. അപ്പോൾ അവർ 4 കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് സമാഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഷി വാസ് അപ്പോയിൻറ്റഡ് പോയറ്റ് ലൊറേറ്റ് ഓഫ് ദ സിറ്റി ഓഫ് സാൻ ഫ്രാൻസിസ്കോ. അപ്പോൾ അവർ സാൻ ഫ്രാൻസിസ്കോ സിറ്റിയുടെ ആസ്ഥാന കവിയായിട്ട് നിയമിതയായി. നെക്സ്റ്റ് എന്താ പറയുന്നത്? ഷി വാസ് ബോൺ ഇൻ സ്റ്റോക്ക്ടൗൺ, കാലിഫോർണിയ. അപ്പോൾ കാലിഫോർണിയയിലെ സ്റ്റോക്ക്ടൗണിലാണ് അവർ ജനിച്ചത്. ആസ് ആൻ ഇൻഫാൻറ്റ് ഷി വാസ് ഡിറ്റൈൻഡ് വിത്ത് ഹെർ ഫാമിലി ഇൻ എ കോൺസെൻട്രേഷൻ ക്യാമ്പ് ഇൻ അർക്കൻസാസ് ഡ്യൂറിങ് സെക്കൻഡ് വേൾഡ് വാർ. അപ്പോൾ അവർ കുഞ്ഞായിരുന്ന സമയത്ത് അവളുടെ ഫാമിലീൻ്റെ കൂടെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിലാണ്, അർക്കൻസാസ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഇത് നടക്കുന്നത് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്താണ്. When they were released, her family went to Chicago. Soon her parents divorced when Mary's mothers remarried and relocated to Petaluma. അപ്പോൾ ഈ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്നും അവർ റിലീസ് ചെയ്യപ്പെട്ട ശേഷം അവർ ഷിക്കാഗോയിലേക്ക് അവരുടെ ഫാമിലിയോടൊപ്പം പോവുകയും അതിനുശേഷം അവരുടെ പാരൻസ് ഡിവോഴ്സ് ആവുകയും ചെയ്തു. അതിനുശേഷം അവരുടെ അമ്മ വേറൊരു വിവാഹം കഴിക്കുകയും അതിനുശേഷം അവർ പെറ്റലൂമ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറി താമസിക്കുകയും ചെയ്തു. The 5-year-old Mary suffered the trauma of sexual abuse by her stepfather. അപ്പോൾ ഈ ഒരു ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് തന്നെ അവളുടെ രണ്ടാം അച്ഛനിൽ നിന്നും ലൈംഗികമായ അതിക്രമങ്ങൾക്ക് അവൾ ഇരയായിരുന്നു എന്നാണ് പറയുന്നത്. The Japanese American community to which she belonged also suffered during the war. അപ്പോൾ ഈ ഒരു ജാപ്പനീസ് അമേരിക്കൻ കമ്മ്യൂണിറ്റി ഈ ഒരു വേൾഡ് വാറിൻ്റെ സമയത്ത് വളരെയധികം സഹിക്കേണ്ടി വന്നു. This repressed emotion later became the basis of poetry in later years. അപ്പോൾ ഇത്തരത്തിലുള്ള സഹനങ്ങളാണ് ഈ ഒരു ജാനിസ് മേരി കിത്താനിയുടെ പോയംസിന് ബേസായത്, അടിത്തറയായത് എന്നാണ് പറയുന്നത്. The 1960s were a tumultuous time for her. അപ്പോൾ ഈ ഒരു 1960s കാലഘട്ടം എന്ന് പറയുന്നത് അവർക്കൊരു നല്ലൊരു കാലഘട്ടമായിരുന്നു. എന്ന് വെച്ചാൽ ടമൾട്ടസ് ടൈം എന്ന് പറഞ്ഞാൽ സംഭവ ബഹുലമായ ഒരു കാലഘട്ടമായിരുന്നു അവരെ സംബന്ധിച്ച്. ഷീ ഗ്രാജുവേറ്റഡ് ഫ്രം UCLA, യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ, ലോസ് ഏഞ്ചൽസ്. അപ്പോൾ അവരുടെ ഡിഗ്രി യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ നിന്നും ലോസ് ഏഞ്ചൽസിലുള്ള യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ നിന്നും അവരുടെ ഡിഗ്രി കരസ്ഥമാക്കി. നെക്സ്റ്റ് എന്താ പറയുന്നത്? ഷീ എഡിറ്റഡ് ആയുമി ഇൻ എ ജാപ്പനീസ് അമേരിക്കൻ ആന്തോളജി. അപ്പോൾ അവരൊരു ജാപ്പനീസ് അമേരിക്കൻ സമാഹാരമായിട്ടുള്ള ആയുമി എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഹെർ ഫസ്റ്റ് ബുക്ക് ഓഫ് പ്രോസ് ആൻഡ് പോയട്രി അവേക്ക് ഇൻ ദ റിവർ കം ഔട്ട് ഇൻ 1978. അപ്പോൾ ജാനിസ് മേരി കിത്താനിയുടെ ഫസ്റ്റ് ബുക്കായിട്ടുള്ള പ്രോസ് ആൻഡ് പോയട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗദ്യവും പദ്യവും കലർന്നിട്ടുള്ള ആദ്യത്തെ ബുക്കായിട്ടുള്ള അവേക്ക് ഇൻ ദ റിവർ എന്ന് പറയുന്ന ബുക്ക് 1978 പബ്ലിഷ് ചെയ്യപ്പെട്ടത്. നെക്സ്റ്റ് എന്താ പറയുന്നത്? ഷീ ഈസ് എ പ്രൊലിഫിക് റൈറ്റർ. ഷീ ഈസ് ആൾസോ ബിസി വിത്ത് കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസം പ്രൊവൈഡിങ് സർവീസ് ടു സാൻ ഫ്രാൻസിസ്കോസ് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്. അപ്പോൾ അവർ ധാരാളം എഴുതുന്ന ഒരു എഴുത്തുകാരിയാണ്. പ്രൊലിഫിക് റൈറ്റർ എന്ന് പറഞ്ഞാൽ ധാരാളം എഴുതുന്ന ഒരു എഴുത്തുകാരിയാണ്. നെക്സ്റ്റ് എന്താ? ഷീ ഈസ് ആൾസോ ബിസി വിത്ത് കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസും. അപ്പോൾ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തക കൂടിയാണ് അവർ. കൂടാതെ അവർ സാൻ ഫ്രാൻസിസ്കോയിലെ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻ ഫ്രാൻസിസ്കോയിലെ ഭ്രാന്തവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സർവീസുകൾ, ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിസ്റ്റ് കൂടിയാണ് അവർ.
നെക്സ്റ്റ് എന്താ പറയുന്നത്, ഷി ഹാസ് റിസീവ്ഡ് മെനി അവാർഡ്സ് ആൻഡ് ഹോണേഴ്സ് ഇൻക്ലൂഡിംഗ് ദ പ്രസ്റ്റീജിയസ് അമേരിക്കൻ ബുക്ക് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ഫോർ ലിറ്ററേച്ചർ. അപ്പോൾ ഈ ഒരു ജാനിസ് മിരി കിത്താനിക്ക് ഒരുപാട് അവാർഡുകളും അതുപോലെ തന്നെ ഒരുപാട് ബഹുമതികളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ പ്രസ്റ്റീജിയസ് അമേരിക്കൻ ബുക്ക് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ഫോർ ലിറ്ററേച്ചർ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, വൺ വേർഡൊക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് നമുക്ക് ബ്രേക്കിംഗ് സൈലൻസിനെ പറ്റിയിട്ട് കുറച്ച് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. എന്താണ് പറയുന്നത്, ബ്രേക്കിംഗ് സൈലൻസ് ഫോക്കസസ് ഓൺ ദ എക്സ്പീരിയൻസ് ഓഫ് ജാപ്പനീസ് അമേരിക്കൻ വെൻ ദേ വർ പുട്ട് ഇൻ ദ ഇന്റർമെൻറ്റ് ക്യാമ്പ് ഡ്യൂറിങ് ദ സെക്കൻഡ് വേൾഡ് വാർ. അപ്പോൾ ഈ ഒരു ബ്രേക്കിംഗ് സൈലൻസ് എന്ന് പറയുന്നത് ഈ ഒരു സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് ഇന്റർമെൻറ്റ് ക്യാമ്പുകളിൽ അടയ്ക്കപ്പെട്ട ജാപ്പനീസ് അമേരിക്കൻ കമ്മ്യൂണിറ്റിയുടെ എക്സ്പീരിയൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഷീ എക്സ്പ്രസ് ഹെർ മദേഴ്സ് എക്സ്പീരിയൻസ് ഓഫ് ഫീലിംഗ് ഡീഹ്യൂമനൈസ്ഡ് ആൻഡ് ഐസൊലേറ്റഡ് ഫ്രം ദ വേൾഡ്. അപ്പോൾ ഈ ഒരു പോയത്തിൽ ഈ ഒരു പോയറ്റ് അവതരിപ്പിക്കുന്നത് അവരുടെ അമ്മയുടെ അനുഭവങ്ങളാണ്. അമ്മ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഡീഹ്യൂമനൈസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യാവകാശ ലംഘനങ്ങളും അതുപോലെ തന്നെ ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റി നിർത്തപ്പെടുക, ഒറ്റപ്പെടുത്തുക എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. അപ്പോൾ അമ്മ അനുഭവിക്കേണ്ടി വന്ന മനുഷ്യാവകാശ ലംഘനത്തിൻ്റെയും അതുപോലെ തന്നെ മാറ്റി നിർത്തപ്പെടലിൻ്റെയൊക്കെ ചിത്രങ്ങളാണ് ഈ ഒരു കവിതയിലൂടെ അവർ അവതരിപ്പിക്കുന്നത്. ദ വേ ജാപ്പനീസ് അമേരിക്കൻ വർ ട്രീറ്റഡ് വാസ് ബ്രൂട്ടൽ. അപ്പോൾ ഈ ഒരു ജാപ്പനീസ് അമേരിക്കൻസ് ഈ ഒരു ഇൻറ്റേൺമെൻറ്റ് ക്യാമ്പുകളിൽ അവരോട് ഈ ഒരു അധികാരികൾ പെരുമാറിയിരുന്നത് വളരെ ക്രൂരമായിട്ടാണെന്നാണ് പറയുന്നത്. The poem is about 3 generations of women and the similarities and difference of their lives and their world. അപ്പോൾ ഈ ഒരു പോയം പറയുന്നത് 3 ജനറേഷനിൽ പെട്ടിട്ടുള്ള സ്ത്രീകളുടെ സിമിലാരിറ്റീസും അതുപോലെ തന്നെ ഡിഫറൻസ് ഒക്കെയാണ് ഈ അവരുടെ ജീവിതവും അതുപോലെ തന്നെ അവരുടെ ലോകവും തമ്മിലുള്ള സിമിലാരിറ്റീസും ഡിഫറൻസ് ഒക്കെയാണ് ഈ ഒരു കവിത പറയുന്നത്. ദ സ്പീക്കർ ഈസ് ദ വുമൺ ഇൻ ദ മിഡിൽ, എ വുമൺ ഹൂ ഹാസ് എ മദർ ആൻഡ് ഡോട്ടർ. അപ്പോൾ ഈ ഒരു 3 ജനറേഷനിലെ നടുവിൽ വരുന്ന സ്ത്രീയാണ് ഈ ഒരു പോയത്തിൻ്റെ സ്പീക്കർ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കൊരു അമ്മയും അതുപോലെ തന്നെ ഒരു മകളും ഉണ്ട്. The speaker starts with her daughter and shows how her daughter does not understand her as a daughter is living in her modern world. അപ്പോൾ ഈ ഒരു കവിതയിലെ തുടക്കത്തിൽ തന്നെ അവർ ആദ്യം പറയുന്നത് അവരുടെ മകളെ പറ്റിയാണ്. ആ ഒരു മകൾക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നും അതിന് കാരണമായിട്ട് പറയുന്നത് അവൾ ജീവിക്കുന്ന ഒരു പുതിയ ലോകത്താണെന്നാണ് പറയുന്നത്. Then she describes her own world and her mother's world. അപ്പോൾ അതിന് ശേഷം അവരുടെ ലോകത്തെ പറ്റിയും അതുപോലെ തന്നെ അവരുടെ അമ്മയുടെ ലോകത്തെ പറ്റിയൊക്കെ ഇതിൽ വിവരിക്കുന്നുണ്ട്. ഈച്ച് വേൾഡ് ഹാസ് എ ഡിഫറെൻറ്റ് ഇമാജറി, ദ സ്പീക്കേഴ്സ്, ദ ഡോട്ടേഴ്സ് ആൻഡ് ഹെർ മദേഴ്സ്. അപ്പോൾ ഈ ഒരു സ്പീക്കറുടെയും അതുപോലെ തന്നെ അവരുടെ മകളുടെയും അവരുടെ അമ്മയുടെയൊക്കെ ലോകത്തിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചിത്രമാണ് ഉള്ളതെന്നാണ് പറയുന്നത്. The poem speaks of the appreciation and the admiration a daughter has for her mother as she testifies against wartime experience. അപ്പോൾ ഈ ഒരു കവിത എന്ന് പറയുന്നത് അവരുടെ അമ്മ യുദ്ധകാലത്തുണ്ടായ അവരുടെ എക്സ്പീരിയൻസിനെ പറ്റിയിട്ട് അതിന് അന്വേഷിക്കാൻ വരുന്ന ഒരു കമ്മീഷണറോട് തൻ്റെ അനുഭവങ്ങളുടെ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ അത് പറയാൻ കാണിക്കുന്ന അവരുടെ ധൈര്യത്തെ ഈ ഒരു കവിതയിൽ ഈ ഒരു മകള് പ്രശംസിക്കുന്നു. The poet shows the brutality of how the Japanese Americans were treated. അപ്പോൾ ഈ ഒരു പോയത്തിലൂടെ ഈ ഒരു പോയറ്റ് കാണിച്ചു തരുന്നത് ഈ ഒരു ജാപ്പനീസ് അമേരിക്കൻസിനോട് അവിടെ ഈ ഒരു സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് ജാപ്പനീസ് അമേരിക്കൻസിനോട് എത്ര ക്രൂരമായ വിധത്തിലാണ് ഈ ഒരു അധികാരികൾ പെരുമാറുന്നത് എന്നാണ് കാണിച്ചു തരുന്നത്. The poem emphasizes the protocol of internment and a dialogue with a commissioner. അപ്പോൾ ഈ ഒരു ജനങ്ങളെ തടവിലാക്കാൻ കൊണ്ടുപോകുമ്പോഴുള്ള നടപടിക്രമങ്ങളെ പറ്റിയും അതുപോലെ തന്നെ ഈ ഒരു അമ്മ ഈ ഒരു കമ്മീഷണറുമായിട്ടുള്ള ഡയലോഗൊക്കെ ഈ ഒരു കവിതയിൽ വളരെ ശക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. ദ പവർ ഓഫ് സൈലൻസ് ദാറ്റ് മിരി കിത്താനി ഡിസ്ക്രൈബ്സ് ഷോസ് സോറോ ആൻഡ് ഫ്രസ്ട്രേഷൻ. കൂടാതെ ജാനിസ് മിരി കിത്താനി ഈ ഒരു പോയത്തിലൂടെ ഈ ഒരു തടവുകാരുടെ സങ്കടവും അതുപോലെ തന്നെ അവരുടെ നിരാശയും കൂടിയാണ് ഈ ഒരു കവിതയിലൂടെ അവർ തുറന്നു കാട്ടുന്നത്. നെക്സ്റ്റ് പറയുന്നത് സൈലൻസ് വാസ് ദ ഓൺലി വേ ദേ കുഡ് എക്സ്പ്രസ് ദെയർ ഐഡിയാസ് ആൻഡ് തോട്ട്സ്. അപ്പോൾ ഈ ഒരു നിശബ്ദത സൈലൻസ് എന്ന് പറയുന്നത് അവരുടെ ചിന്തകളും ആശയങ്ങളും കാണിക്കാനുള്ള ഏക മാർഗം ഈ ഒരു സൈലൻസ് ആണെന്നാണ് പറയുന്നത്.
Kitani concentrates on her mother's pain, how she grew up with pain, and what it all represents. ഈ ഒരു പോയത്തിൽ അവർ കൂടുതൽ ഊന്നൽ കൊടുത്തിരിക്കുന്നത് അവരുടെ അമ്മയുടെ വേദനയും അതുപോലെ തന്നെ ഈ ഒരു കഷ്ടപ്പാടുകളിലൂടെയൊക്കെ അവരെങ്ങനെയാണ് വളർന്നതെന്നും അതുപോലെ തന്നെ അതിൻ്റെ തിക്തഫലങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് ഈ ഒരു കവിതയിലൂടെ അവർ തുറന്നു കാട്ടുന്നത്. ഷീ ഷോസ് ദ പൊളിറ്റിക്കൽ അജണ്ട. കൂടാതെ ഈ ഒരു രാഷ്ട്രീയ ഉദ്ദേശങ്ങളെ പറ്റിയും അവർ ഈ ഒരു പോയത്തിലൂടെ കാണിക്കുന്നുണ്ട്. ഷീ സ്പീക്ക് ഔട്ട് എഗെയിൻസ്റ്റ് എ പീപ്പിൾ ഹൂ ഡിസ്ക്രിമിനേറ്റ് എഗെയിൻസ്റ്റ് കളർ അതർ ദാൻ വൈറ്റ്, പീപ്പിൾ ഹൂ ഷോ വയലൻസ് ആൻഡ് ആൾസോ പെയിൻ ഹെർ മദേഴ്സ് വെൻ ത്രൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വൈറ്റ് കളറുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളക്കാർ മറ്റുള്ള നിറമുള്ള ആളുകളോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് അവരോട് വിവേചനം കാണിക്കുന്നത് എന്നും ഈ ഒരു കവിതയിലൂടെ ഈ ഒരു പോയിറ്റ് പറയുന്നുണ്ട്. നെക്സ്റ്റ് ഈ ഒരു കവിതയിൽ അവരുടെ അമ്മ അനുഭവിച്ച വേദനകളും സഹിച്ച വേദനകളും അതുപോലെ തന്നെ ക്രൂരതകളും ഇവിടെ കവി അക്കമിട്ടിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പോയത്തിനെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഈ ഒരു പോയത്തിൻ്റെ സമ്മറിയും അതുപോലെ തന്നെ ക്വസ്റ്റ്യനും ആൻസറുമാണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അത് ഈ ഒരു വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അത് നെക്സ്റ്റ് ഒരു പാർട്ട് 2 വീഡിയോ ആയിട്ടാണ് ഈ ഒരു പോയത്തിൻ്റെ സമ്മറി കൂടി നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു പോയത്തിൻ്റെ സമ്മറിയും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസറും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്.